നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ചെളിക്കുളമായി മാറി മാർക്കറ്റ് ബസ് സ്റ്റാൻഡ്. മൂവാറ്റുപുഴയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമാണ് കാവുങ്കര മാർക്കറ്റ് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിന് അകത്തും പുറത്തും നിരവധി വലിയ കുഴികൾ രൂപപ്പെട്ടു. ഇരുമ്പ് കൈവരിയിലേക്ക് വരച്ച സീബ്ര ലൈൻ. മൂവാറ്റുപുഴ PO ജംഗ്ഷനിൽ കാൽനട യാത്രക്കാർ കെണിയിൽ. കൈവരിക്ക് ചുറ്റും കറങ്ങി വേണം നടപ്പാതയിലേക്ക് പ്രവേശിക്കാൻ. കീരമ്പാറയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. വീടിന്റെ മേൽക്കൂര തകർത്തു. മൂവാറ്റുപുഴ കാക്കനാട് റൂട്ടിൽ തേക്കുമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണു. റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മരം മുറിച്ചു മാറ്റി ഫയർഫോഴ്സ്. പായ്പറയിൽ വീണ്ടും കട്ടൌട്ടുകളും ബോർഡുകളും സ്ഥാപിച്ചു. മെസ്സിക്കും റൊണാൾഡോയ്ക്കും പകരം സിദാനും എംബാപ്പയ്ക്കുമാണ് കഴിഞ്ഞ ദിവസം ഫുട്ബോൾ ആരാധകർ ബോർഡുകൾ സ്ഥാപിച്ചത്. വാർത്തകൾ വിശദമായി. ചെളിക്കുളമായി മാറി മൂവാറ്റുപുഴയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ കാവുങ്കര മാർക്കറ്റ് ബസ് സ്റ്റാൻഡ്. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ സ്റ്റാൻഡിന് അകത്തും പുറത്തും നിരവധി വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കാലവർഷം കനത്തതോടെ മൂവാറ്റുപുഴയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ കാവുങ്കര മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് ചെളിക്കുളമായി. ദിവസങ്ങളായി തുടർച്ചയായി പെയ്യുന്ന മഴയിലാണ് സ്റ്റാൻഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ് ചെളിക്കുളമായി മാറിയത്. സ്റ്റാൻഡിനകത്തും പുറത്തും നിരവധി വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കുഴികളിൽ ചെളിയും മഴവെള്ളവും നിറഞ്ഞു കിടക്കുന്നതിനാൽ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും സഞ്ചാരം ദുരിതപൂർണമായ അവസ്ഥയിലാണ്. ബസ്സുകൾ കുഴികളിൽ വീണ് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. സ്റ്റാൻഡിലെ ദുരവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണാൻ നഗരസഭയോ ബന്ധപ്പെട്ട അധികൃതരോ തയ്യാറാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും പരാതി. ദിവസവും നൂറുകണക്കിന് ബസ്സുകൾ വന്നു പോകുന്ന സ്റ്റാൻഡിലാണ് ഈ ദുരവസ്ഥ. പൊട്ടിപ്പൊളിഞ്ഞ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാൻ കൂട്ടാക്കുന്നില്ല. ഇത് യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഇരുമ്പ് കൈവരിയിലേക്ക് വരച്ച സീബ്ര ലൈൻ മൂലം മൂവാറ്റുപുഴ PO ജംഗ്ഷനിൽ കാൽനട യാത്രക്കാർ കെണിയിൽ. റോഡ് മുറിച്ചു കടക്കാനെത്തുന്ന കാൽനട യാത്രക്കാർ കൈവരിക്ക് ചുറ്റും കറങ്ങി വേണം നടപ്പാതയിലേക്ക് പ്രവേശിക്കാൻ. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ PO ജംഗ്ഷനിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ പൂർണ്ണമായും അവതാളത്തിലാക്കിക്കൊണ്ട് ട്രാഫിക് ക്രമീകരണങ്ങളിൽ ഗുരുതര വീഴ്ച. റോഡ് മുറിച്ചു കടക്കാൻ ആളുകൾ ആശ്രയിക്കുന്ന സീബ്ര ക്രോസിംഗ് അവസാനിക്കുന്നത് റോഡരികിലെ ഇരുമ്പ് കൈവരികളിലേക്കാണ്. വശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ കൈവരികൾ കാരണം സീബ്ര ലൈൻ വഴി നടന്നു വരുന്നവർക്ക് നടപ്പാതയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതോടെ റോഡ് മുറിച്ചു കടന്ന കൈവരിക്ക് ചുറ്റും കറങ്ങി വീണ്ടും തിരക്കേറിയ റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. 3 പ്രധാന റോഡുകൾ സംഗമിക്കുന്ന PO ജംഗ്ഷനിൽ എപ്പോഴും വാഹനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. 3 ഭാഗത്തു നിന്നും സിഗ്നൽ കടന്ന വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുമ്പോൾ ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ റോഡ് മുറിച്ചു കടക്കുന്നത്. കൈവരികളുള്ള ഭാഗത്തേക്ക് സീബ്ര ലൈൻ അശാസ്ത്രീയമായി വരച്ചു ചേർത്ത അധികൃതരുടെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നഗരഹൃദയത്തിലെ ഈ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതികരണവുമായി നാട്ടുകാരും വ്യാപാരികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ അശാസ്ത്രീയമായ ഒരു നിർമ്മാണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം സീബ്ര ക്രോസ് ലൈനിൽ ഇങ്ങോട്ട് കടക്കുന്നതിന് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. അതുമൂലം ആളുകൾക്ക് വന്ന് പോകാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സിഗ്നൽ ജംഗ്ഷൻ കൂടിയാണ്. ഇവിടെ സിഗ്നൽ ആയതുകൊണ്ട് ഒത്തിരി തിരക്കുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് ഈ നിർമ്മാണം ആളുകൾ അവിടെ നിന്ന് തപ്പിത്തടഞ്ഞാണ് വന്നിങ്ങനെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ ക്രോസ് ബാർ വെച്ചേക്കുന്നതുകൊണ്ട് ആളുകൾക്ക് ഫുട്പാത്തിലേക്ക് കടക്കാനാവുന്നില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. കൂടാതെ ഇവിടെ ഈ യൂട്ടേൺ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ തിരക്കുള്ള റോഡിൽ യൂട്ടേൺ ഇവിടെ വണ്ടി ആൾക്കാർക്ക് ക്രോസ് ചെയ്യാനുള്ള സീബ്ര ലൈനാണ് വരച്ചിരിക്കുന്നത്. ഇത് ഇവിടെ ഈ കൈവരി വച്ചിരിക്കുന്ന കാരണം പിള്ളേർക്ക് നടക്കുന്നതിന് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. റോഡിലിറങ്ങി നടക്കണം. വണ്ടി ചീറിപ്പാഞ്ഞാണ് വരുന്നത്. യൂട്ടേൺ തിരിച്ചും അല്ലാതെയും ഫുട്പാത്തിലേക്ക് കയറി നടക്കാൻ പറ്റില്ല. അപകടങ്ങൾ നടക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം അപകടങ്ങൾ നടന്നു. കൈവരി ഉള്ളതുകൊണ്ട് അപകടം ഉണ്ടാവില്ല. പക്ഷെ ആളുകൾക്ക് നേരിട്ട് ഇങ്ങനെ ഒരു ഫുട്പാത്തിലേക്ക് കടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഈ ഗുരുതരമായ ട്രാഫിക് വീഴ്ച പരിഹരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ സംയുക്തമായ ആവശ്യം. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കീരമ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീടിന്റെ മേൽക്കൂര തകർത്തു. പുന്നേക്കാട് കൂരിക്കുളം സ്വദേശി കുമാരന്റെ വീടിന്റെ മേൽക്കൂരയാണ് വെള്ളിയാഴ്ച രാത്രി തകർത്തത്. കീരമ്പാറയിൽ വെള്ളിയാഴ്ച രാത്രി ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന വീടിന്റെ മേൽക്കൂര തകർത്തു. കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് കൂരിക്കുളം സ്വദേശി കുമാരന്റെ വീടിന്റെ മേൽക്കൂരയാണ് ആന തകർത്തത്.
വെള്ളിയാഴ്ച രാത്രി 11:30 വീടിന്റെ പുറകുവശത്തെത്തിയ കാട്ടാന മേൽക്കൂരയിലെ ഷീറ്റുകൾ തകർക്കുകയായിരുന്നു. വീട്ടിൽ ആളുകൾ ഉറങ്ങുന്ന സമയത്താണ് ആനയെത്തിയത്. ഓണത്തിനാവശ്യമായ പൂക്കളുടെ ലഭ്യത നാട്ടിൽ തന്നെ ഉറപ്പാക്കുന്നതിന് മൂവാറ്റുപുഴ നഗരസഭ 25-ാം വാർഡിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം കുറിച്ചു. 400 ചെണ്ടുമല്ലി തൈകൾ നട്ടുപിടിപ്പിച്ച് വാർഡ് കൌൺസിലർ പി രജിത പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ നഗരസഭ 25-ാം വാർഡിൽ ഓണത്തിന് ആവശ്യമായ പൂക്കളുടെ ലഭ്യത നാട്ടിൽ തന്നെ ഉറപ്പാക്കുന്നതിനും കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഭൂമിയെ കൃഷിയോഗ്യമാക്കുന്നതിനുമായി ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. തിരുവാതിര ഞാറ്റുവേലയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ കൃഷിഭവനിൽ നിന്ന് ലഭിച്ച 400 ചെണ്ടുമല്ലി തൈകളുടെ നടീലുദ്ഘാടനം വാർഡ് കൌൺസിലർ പി രജിത നിർവഹിച്ചു. ഓണത്തിന് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ പൂക്കൾ ലഭ്യമാക്കുക എന്നുള്ള ഒരു പദ്ധതി തുടക്കമിട്ടുകൊണ്ട് ചെണ്ടുമല്ലി കൃഷി നമ്മൾ ഇന്ന് നമ്മുടെ വാർഡിൽ ആദ്യമായി ആരംഭിക്കുകയാണ്. കൃഷിക്കുള്ള ചെണ്ടുമല്ലികളുടെ തൈകൾ നമ്മുടെ മൂവാറ്റുപുഴ കൃഷി ഓഫീസിൽ നിന്നാണ് ലഭ്യമായിട്ടുള്ളത്. ഈ ഒരു ഉദ്യമത്തോട് നമ്മൾ ആഗ്രഹിക്കുന്നത് പൂക്കൾ ലഭ്യമാക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ വാർഡിൽ കൃഷിക്ക് അനുയോജ്യമായിട്ടും കൃഷി ചെയ്യാതെ കാലങ്ങളായി കിടക്കുന്ന ഭൂമി തിരിച്ചു പിടിച്ച് അവർക്ക് കൃഷിക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരാശയം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ ഒരു പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവർക്കും ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമായിരിക്കുമെന്നുള്ള ഒരു പ്രത്യാശ കൂടിയാണ്. അതോടൊപ്പം യുവ സംരംഭകരെ അല്ലെങ്കിൽ യുവാക്കളെ കൃഷിയുടെ മഹത്വം അറിയിക്കുകയും കൃഷിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള എളിയ ഉദ്യമം കൂടിയാണ് വാർഡ് കൗൺസിലർ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഏറെ അനുയോജ്യമായ ഒരു സമയമാണ്. ജൂലൈ 5-ാം തീയതി വരെ നമ്മുടെ ഞാറ്റുവേല ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൃഷിക്ക് അനുകൂലമായ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ആദ്യ ഉദ്യമം എല്ലാവരുടെയും, നാട്ടുകാരുടെയും പ്രാദേശികവാസികളുടെയും റെസിഡൻസിൻ്റെയും നമ്മുടെ കുടുംബശ്രീ CDSൻ്റെയും ആശാപ്രവർത്തകരുടെയും എല്ലാവരുടെയും മേൽനോട്ടത്തിലാണ് നടത്തുന്നത്. പുഴയോരം റെസിഡൻസ് അസോസിയേഷന്റെയും പ്രാദേശിക ജനങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓണത്തിനാവശ്യമായ പൂക്കൾ പ്രാദേശികമായി ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം യുവതലമുറയിൽ കൃഷിയോടുള്ള താൽപര്യവും കാർഷിക സംസ്കാരത്തോടുള്ള ബോധവൽക്കരണവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. CDS അംഗം സ്വപ്ന വിക്രമൻ, ആശാവർക്കർ ശ്രീജ UC, 27-ാം വാർഡ് കൌൺസിലർ ഷേർലി പൌലോസ്, ഡോക്ടർ രവീന്ദ്രനാഥ് കമ്മത്ത്, അജേഷ്, ബിനു കെ പീറ്റർ, പുഴയോരം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ കാക്കനാട് റൂട്ടിൽ തേക്കുമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണു. മൂവാറ്റുപുഴ കാക്കനാട് റൂട്ടിൽ V2 ഡിപ്പോയ്ക്ക് സമീപം തേക്കുമരത്തിന്റെ വലിയ ശിഖരം ഒടിഞ്ഞ് റോഡരികിലേക്ക് വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ MG ബിജുവിന്റെ നേതൃത്വത്തിൽ സേനയെത്തി മരം മുറിച്ച് റോഡിൽ നിന്ന് മാറ്റി. പായ്പറയിൽ വീണ്ടും കട്ടൌട്ടുകളും ബോർഡുകളും. മെസ്സിക്കും റൊണാൾഡോയ്ക്കും പകരം സിദാനും എംബാപ്പയും. ലോകകപ്പ് ഫുട്ബോൾ ലഹരിയിൽ നാടും യുവതയും ഒന്നുപോലെയാകുമ്പോൾ പായ്പറ പഞ്ചായത്തിൽ ആരാധകർ സ്ഥാപിച്ച പ്രിയ താരങ്ങളുടെ കൂറ്റൻ കട്ടൌട്ടുകളും ബാനറുകളും പഞ്ചായത്ത് അധികൃതർ എടുത്തുമാറ്റിയത് വലിയ വിവാദമായിരുന്നു. ഇതേ സ്ഥലത്താണ് പഞ്ചായത്ത് അധികൃതർ കട്ടൌട്ടുകളും ബോർഡുകളും നീക്കം ചെയ്തതിനു ശേഷം വീണ്ടും കഴിഞ്ഞ ദിവസം ഫുട്ബോൾ ആരാധകർ ബോർഡുകൾ സ്ഥാപിച്ചത്. മെസ്സിയെയും റൊണാൾഡോയെയും പഞ്ചായത്തുകാർ കൊണ്ടുപോയപ്പോൾ പകരം സിദാനും എംബാപ്പയുടെയും ഫ്ലെക്സ് ബോർഡാണ് സ്ഥാപിച്ചത്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ ഉറവക്കുഴി മോളേക്കുടിയിൽ ചാമക്കാലാൽ യൂനസിന്റെ മകൻ ഫഗത് നിര്യാതനായി. ഖബറടക്കം ശനിയാഴ്ച 6-ന് മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദിൽ. മാതാവ് മുംതാസ്, സഹോദരങ്ങൾ ഫാത്തിമ, ഫായിസ. മൂവാറ്റുപുഴ വാളകം കുന്നയ്ക്കൽ വൈദ്യശാലപ്പടി വെള്ളിയത്തുകുടി ഗിരീഷ് VS നിര്യാതനായി. സംസ്കാരം ഞായറാഴ്ച 11-ന് മൂവാറ്റുപുഴ പൊതുശ്മശാനത്തിൽ. ഭാര്യ ലേഖ, മക്കൾ ആതിര, ആര്യ, അഭിജിത്ത്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.